പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. PM മുഹമ്മദ് റിയാസിന് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഊർജ്ജസ്വലനായ മന്ത്രിയാണ്. ടൂറിസത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്നു എന്നുള്ളതാണ് റിയാസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നിങ്ങൾക്കറിയാം. പുതിയ ഒരു ആശയം നമ്മുടെ ഇന്ത്യയിലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ കേരള ടൂറിസം അവതരിപ്പിക്കുന്നതിൻ്റെ ശില്പിയാണ് മുഹമ്മദ് റിയാസ്. അത് സാഹിത്യ വിനോദസഞ്ചാരം, അതിൻ്റെ ഒരു സർക്യൂട്ട്, ലിറ്റററി ടൂറിസം എന്ന് പറഞ്ഞൊരു പുതിയ ആശയം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് മലബാറിനെ കേന്ദ്രമാക്കി കേരള ടൂറിസം ആരംഭിക്കേണ്ടതിൻ്റെ അമരക്കാരനായ റിയാസ്. എന്താണ് ഈ സാഹിത്യ വിനോദസഞ്ചാരം അഥവാ ലിറ്റററി ടൂറിസം സർക്യൂട്ട്? മലബാറിനെ കേന്ദ്രീകരിച്ചാണ് മലബാറിലെ സാഹിത്യ പാരമ്പര്യത്തെ നിലനിർത്തി ഈ സാഹിത്യ കേന്ദ്രങ്ങളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, ഈ പ്രശസ്തങ്ങളായ സാഹിത്യകൃതികൾക്ക്, വിശേഷിച്ചും നോവലുകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക. ആ പശ്ചാത്തലങ്ങളെ കേന്ദ്രമാക്കി ആ സാഹിത്യകൃതികളിലെ പശ്ചാത്തലത്തെ അതേപടി പുനഃസൃഷ്ടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പുതിയ ഒരു വളരെ ആദർശാത്മകവും അഭിനന്ദനീയവുമായൊരു മാതൃകയാണ്. എനിക്ക് റിയാസിനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, എന്താണ് സാഹിത്യ വിനോദസഞ്ചാരം എന്ന ആശയത്തിലൂടെ താങ്കളും താങ്കളുടെ വകുപ്പും ഉദ്ദേശിക്കുന്നത്? ആദ്യമായി 2024 വന്ന് 14 ദിവസം കഴിഞ്ഞുവെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. വളരെ സന്തോഷകരമായ ഒരു വർഷമായി 2024 മാറും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു. KLF എല്ലാ നിലയിലും വിവിധ മേഖലകളിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ഓരോരുത്തരുടെയും നിലപാട് നിർഭയം തുറന്നു പറയാൻ സാധ്യമാകുന്നതിലേക്കുള്ള ഒരു ചർച്ചാവേദിയായി, കൂട്ടായ്മയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തം, മന്ത്രി എന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ വർഷം മന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു. അതിനു മുമ്പ്, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് മുമ്പ് KLF-ൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പങ്കെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയവും ഓരോരുത്തരുടെയും നിലപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള KLF പോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ ഇന്ന് വിലക്കുകളില്ലാതെ സാധ്യമാകുന്ന നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ടൂറിസം നാടിൻ്റേതാണ്, ജനങ്ങളുടേതാണ്. ജനങ്ങളാണ് ടൂറിസത്തിൻ്റെ സംഘാടകർ, ബ്രാൻഡ് അംബാസഡർമാർ. ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ രാജ്യങ്ങളിലെ ടൂറിസത്തിൻ്റെ വികാസത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ആ നാട്ടിലെ ജനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലൊരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാൻ സാധ്യമാകുന്ന ഒരു ഇടമാണ് കേരളം. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി നമുക്ക് യഥാർത്ഥത്തിൽ മാറ്റാനാകും. വൈവിധ്യമാർന്ന മേഖലകളിൽ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ആ ഒരു അന്വേഷണത്തിലാണ്, പരിശോധനയിലാണ്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ആദ്യം ലിറ്റററി സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു അന്വേഷണത്തിലാണ് ലോകത്തെ ചില രാജ്യങ്ങളിൽ നാം ലിറ്റററിയും അതുപോലെ സാംസ്കാരിക ഇടപെടലുകളും സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ ജീവിതവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള സർക്യൂട്ടുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളെടുത്താലും നമുക്ക് കാണാനാകും. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെയൊന്നും ആയിക്കൂടാ? ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് 2021 ബഡ്ജറ്റിൽ, ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ബഡ്ജറ്റിൽ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിക്കുന്നത്. സാഹിത്യകാരന്മാരെ, അവരുടെ ജീവിതത്തെയൊക്കെ അടയാളപ്പെടുത്തുകയും ചരിത്രവുമായി കോർത്തിണക്കുകയും അവിടെ സഞ്ചാരികൾക്കും
അവരെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ തന്നെ വരുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു സർക്യൂട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതിനാദ്യം കേരളമാകെ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിൽ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് നമുക്ക് ഒക്കെ പ്രിയമായി എന്നും നിൽക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനൊരു കേന്ദ്രം ദീർഘകാലത്തെ നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. 2006 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരു വലിയ ശ്രമം അതിനുവേണ്ടി നടത്തിയിരുന്നു. കോഴിക്കോട് നഗരസഭയും അതിനോട് ചേർന്ന് നിന്നു. പക്ഷേ ചില പ്രയാസങ്ങൾ വന്നു. പക്ഷെ ദീർഘകാലമായി എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അദ്ദേഹം ജീവിച്ച ബേപ്പൂരിൽ ദീർഘകാലത്തെ നമ്മുടെ ആഗ്രഹമായ ഒരു കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ പ്രവർത്തനം ഏറെക്കുറെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ലിറ്റററി സർക്യൂട്ടിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇത് ഏക കേന്ദ്രമല്ല, പ്രധാന കേന്ദ്രങ്ങളിലൊരു കേന്ദ്രമാണ്. കോഴിക്കോട്ട് തന്നെ നിരവധി സാഹിത്യകാരന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് ഇപ്പോൾ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം, സമയക്കുറവുമുണ്ട്. കോഴിക്കോട് നിരവധി പബ്ലിഷേഴ്സ് ഉണ്ട്, നിരവധി ലൈബ്രറികളുണ്ട്. ഒരുപാട് ലൈബ്രറികളും പബ്ലിഷേഴ്സുമുള്ള ഒരു നഗരമാണ് കോഴിക്കോട് നഗരം. ആ നിലയിലാണ് ഇപ്പോൾ നഗരത്തിന് പല അംഗീകാരങ്ങൾ കിട്ടിയതിൻ്റെ ഏറ്റവും അവസാനം കിട്ടിയ ഒരു അംഗീകാരം. അവയൊക്കെ നമുക്ക് കോർത്തിണക്കാനാകും. നേരെ തിരൂരിൽ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തിരൂരിലും അതുപോലെ തൃത്താലയിലും, അങ്ങനെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ല എന്നുള്ളതിലാണ് തുടങ്ങുന്നത്. അത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലേക്കും കേരളത്തിൽ തെക്കോട്ടേക്കും പോകാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചത്. ഇതങ്ങനെ ഒരു ലിറ്റററി സർക്യൂട്ടായി ഇതിനെ മാറ്റുകയും ഇവ ആസ്വദിക്കാനും ഇവയെ അനുഭവിക്കുവാനും സാഹിത്യകാരന്മാരെ സ്മരിക്കുന്ന ഘട്ടങ്ങളിൽ, അവരുടെ കൃതികളൊക്കെ തന്നെ ഓർക്കുന്ന ഘട്ടങ്ങളിൽ ചരിത്രം നമ്മുടെ മുമ്പിൽ ഓടി എത്തുകയാണ്. ചരിത്ര അനുഭവങ്ങളെ കൂടി കോർത്തിണക്കാനും ഇതിലൂടെ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിപ്പോൾ പ്രവർത്തനം ആരംഭിച്ച ലിറ്റററി സർക്യൂട്ട്. ഇത് ഇപ്പോൾ മലബാറിനെ കേന്ദ്രമാക്കിയാണല്ലോ ലിറ്ററേച്ചർ സർക്യൂട്ട്. ഇത് തെക്കോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ലേ? ഒരു ഉദാഹരണം തിരുവനന്തപുരം. CV രാമൻ പിള്ളയുടെ 3 പ്രധാനപ്പെട്ട ചരിത്ര നോവലുകളും തിരുവനന്തപുരത്തിനും തെക്കോട്ടുള്ള പ്രദേശങ്ങളെയും കുറിച്ചുള്ള ചരിത്രമാണ്. അപ്പോൾ അതിൻ്റെ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഇന്നും നിലനിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ CVയുടെ നോവലുകളെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ലിറ്റററി സർക്യൂട്ട് ടൂറിസം തിരുവനന്തപുരത്ത് സാധ്യമല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് സാധ്യമാണ്. തിരുവനന്തപുരം മാത്രമല്ല, ഇപ്പം തുടങ്ങിയത് മലബാറിലാണ്. 2 സർക്യൂട്ടുകളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ഒന്ന് ലിറ്റററി സർക്യൂട്ട് മലബാർ കേന്ദ്രീകരിച്ച് ആരംഭിക്കും. മറ്റൊന്ന് നമ്മൾ അഷ്ടമുടിക്കായലിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടായിരുന്നു. ഈ 2 സർക്യൂട്ടുകൾ, ഒന്ന് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തും ഒന്ന് വടക്കേ അറ്റത്തും ആരംഭിക്കും. പക്ഷേ സാഹിത്യം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഭാഗത്തെ, ഒരു പ്രദേശത്തെ മാത്രം വെച്ചുകൊണ്ട് പോകാനാവില്ല. കേരളത്തിൽ പടർന്നു കിടക്കുന്നതാണ് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ തന്നെ കേരളത്തിലാകെ, തിരുവനന്തപുരം ഉൾപ്പെടെ ആകെ ഈ ലിറ്റററി സർക്യൂട്ടിനെ വികസിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അപ്പോൾ അധികം വൈകാതെ തന്നെ കുട്ടനാട്, തകഴിയെ കേന്ദ്രീകരിച്ച് ഒരു കുട്ടനാട് സർക്യൂട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഒരു റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഇത് പ്രഖ്യാപിച്ച ഘട്ടങ്ങൾ, ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബേപ്പൂർ, അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം, അതുപോലെ തന്നെ നേരെ നമ്മൾ കിടന്നാൽ തൃത്താല, അവിടെയൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് തുടങ്ങി പിന്നീട് അടുത്ത ഘട്ടം എന്നുള്ളതിൽ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോകാനാണ് ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും ഈ സാഹിത്യ വിനോദസഞ്ചാരം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ സംശയം ഉണ്ടാവും. ഇപ്പം തന്നെ പല എഴുത്തുകാരുടെയും വീടുകളെ സ്മാരകമാക്കിയിട്ടുണ്ട്. അവിടെ അവരെഴുതിയ പുസ്തകങ്ങൾ, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഇതെല്ലാം കാണാം. ഇതെല്ലാം മ്യൂസിയങ്ങളാണ്. ഈ മ്യൂസിയങ്ങളുടെ ഒരു പ്രശ്നം, അവ ഡെഡാണ് എപ്പോഴും. അവ സ്ഥിരമായി ഒരേ പ്രദർശന വസ്തുക്കളാണ് കാണുന്നത്. അത് എന്തുകൊണ്ട് ലൈവ് മ്യൂസിയങ്ങൾ ഇതിൻ്റെ ഭാഗമായി സാധ്യമല്ല? ഞാൻ ഉദ്ദേശിച്ചതാണ്, ഇപ്പോൾ ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ, അതിൽ പരാമർശിക്കുന്ന ജീവിത രീതികൾ, ഇതെല്ലാം നമുക്ക് കാണാവുന്ന, ഇപ്പം ഇംഗ്ലണ്ടിൽ ചെന്ന സ്റ്റാൻഫോർഡ് അപ്പണിൽ ചെന്ന ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ബ്രോണ്ടി പേഴ്സണേജ് ചെന്നാൽ ബ്രോണ്ടി സിസ്റ്റേഴ്സിൻ്റെ നോവലിലെ അന്തരീക്ഷവും ആ കെട്ടിടങ്ങളും ഒക്കെ അതേപടി നിലനിർന്നു. അങ്ങനെ ലൈവ് മ്യൂസിയംസ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് സാധിച്ചുകൂടെ? തീർച്ചയായിട്ടും ലൈവ് മ്യൂസിയംസ് നമ്മൾ പരിഗണിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് തന്നെ ഇതൊരു ട്രെൻഡാണ്.
അപ്പോൾ നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്ന ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നിലവിലുള്ള പല മ്യൂസിയങ്ങളുമുണ്ട്. ഇപ്പോൾ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടാണ്, മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. സാംസ്കാരിക വകുപ്പ്, പുരാവസ്തു, അതുപോലെ മ്യൂസിയം, ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാരോട് തന്നെ ആദ്യ റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ ഇവിടെയും ലൈവ് മ്യൂസിയം, കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ ബേപ്പൂര് അങ്ങനെയാണ് ആലോചിച്ചിട്ടുള്ളത്. ബഷീറിന്റെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു. ബഷീറിന്റെ നോവലിൽ ഒരു സന്ദർഭം ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ആ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ആ കേന്ദ്രത്തിലെ വിവിധ ഇടങ്ങളിൽ വിവിധ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. അതിൻ്റെ വല്ലാത്തൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു നില വരും. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് മണ്ടമുത്തപ്പ എട്ടുകാലിമ്പോ മുന്നിനെ അവിടെ കാണാൻ കഴിയണം. അതെ അതെ അതെ, ആ നില നമ്മുടെ ശരിക്കൊരു ഫീൽ ഉണ്ടാവും. ആ ഫീൽ ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിൽ അതിന് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ ആ നിലയിൽ വികസിപ്പിക്കാൻ തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പെർഫോമൻസിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന തിയേറ്ററുകളും നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാവുന്നതല്ലേ, ലൈവ് മ്യൂസിയം പോലെ തന്നെ. നമ്മളിപ്പോൾ സാംസ്കാരിക വകുപ്പുമായി നടത്തിയ ഒരു ചർച്ചയുണ്ട് തുടക്കത്തിൽ. ആ ചർച്ചയൊന്ന് വികസിപ്പിച്ചെടുക്കണം. അത് വികസിപ്പിച്ചെടുത്ത് ഇതുമായി കോർത്തിണക്കി പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുന്നു. അതെ. അപ്പം നമ്മുടെ ഈ സാഹിത്യ ടൂറിസം മാത്രമല്ല, കേരള ടൂറിസം ഏതാണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാവുന്ന എല്ലാ മേഖലകളും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പുതിയ സാധ്യതകൾ? നമ്മൾ വിളമ്പാവുന്ന എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യം എനിക്ക് ഉത്തരമായി എല്ലാ സമയത്തും ഇപ്പോൾ ഈ 2.5 വർഷത്തെ അനുഭവത്തിൽ മാറ്റിയിട്ടുള്ളത്, ഇനി ഇന്നും എൻ്റെ ഉത്തരത്തിന് കരുത്ത് നൽകുന്നത്, പിന്തുണ നൽകുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇത്തരം പരിപാടികളിൽ വരുന്ന നിർദ്ദേശങ്ങളാണ് പിന്നീട് പ്രായോഗികമായി നടപ്പിലാക്കുന്നത്, അല്ലാതെ വേറെ നിലയിലല്ല. നമ്മൾ എല്ലാ ആളുകളോടും സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക, ആ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാവും എന്നുള്ളത് പരിശോധിക്കുക. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന സമയത്ത് കോവിഡ് അതിരൂക്ഷമായിരുന്നു. ഒന്ന് നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. മാസ്കും ഗ്ലൗസും ഒക്കെ ആയിട്ടായിരുന്നു നടത്തം. അപ്പം ടൂറിസം യഥാർത്ഥത്തിൽ മനുഷ്യന് തമ്മിൽ അടുത്ത വീട്ടിൽ പോലും പോകാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോവുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു, ഒരു സംശയമില്ല. ആ സമയത്ത് ഒരുപാട് ചർച്ചകൾ, അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ കേൾക്കാനായിരുന്നു ഞങ്ങളെല്ലാവരും തയ്യാറായിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും വന്നിരുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തിപരമായ സംഭാഷണത്തിലും ഒക്കെ തന്നെ വന്നൊരു കാര്യം, ചില വിദേശ രാജ്യങ്ങളിൽ ഈ പാലങ്ങൾ ദീപാലങ്കൃതമായി മാറുന്നു. ആ പാലങ്ങളിലേക്ക് ആളുകൾ കൂട്ടായി കുടുംബമായി ഒക്കെ എത്തുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ആയിക്കൂടാ എന്ന ഒരു നിർദ്ദേശം, അഭിപ്രായം ഒക്കെയാണ് പൊതുവേ വന്നത്. ഞാനൊരു വിദേശ രാജ്യത്ത് ഫ്രാൻസ് പോയപ്പോൾ പാരീസിൽ കാണുകയും ചെയ്തു. പാരീസിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരാളയച്ച മെസ്സേജ് എപ്പോഴും ഓർക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട്, എന്തായാലും കാണണം. ഇന്ന് തൊഴിലിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു ഒരു ഒരു ഫ്രീ ആയി ഒരു സമയം എത്തുക എന്ന് പറഞ്ഞൊരു 7-8 മണിയാവും. നേരത്തെ ഒരു 5-6 മണിയാകുമ്പോൾ ഫ്രീ ആവും. അപ്പോൾ പരമാവധി കുടുംബമായിട്ട് പോവുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഷോക്ക് പോകും, അല്ലെങ്കിൽ സെക്കൻഡ് ഷോക്ക് പോകും, സിനിമ ആണ്. ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞ് ആളുകൾക്ക് പുറത്തിറങ്ങണം, കുടുംബമായിട്ട് ഇറങ്ങണം, സുഹൃത്തുക്കളായിട്ട് ഇറങ്ങണം. അപ്പം അതിന് പോകാനുള്ള ഇടമില്ല, ആസ്വദിക്കാനുള്ള ഇടമില്ല. നൈറ്റ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. യഥാർത്ഥത്തിൽ പോകാനുള്ളൊരു ഇടമില്ല. അപ്പോൾ ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ ദീപാലങ്കൃതമായി മാറിയാൽ അവിടെ പോയിരിക്കാം, ഒക്കെ ചെയ്യാം. ദീർഘകാലത്തെ നമ്മുടെയൊക്കെ സ്വപ്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ്. കോഴിക്കോട് ഫറൂഖ് പഴയ പാലം ദീപാലങ്കൃതമായി മാറുന്നു. രാത്രി ഒരു 12 മണി വരെ ആ പാലം ലൈറ്റിങ്ങോട് കൂടി ഉണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാർക്ക് ഇപ്പോൾ ഒന്ന് പൊടിയൊക്കെ തട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. ആ പാർക്കിൽ ഇരിക്കാം, സെൽഫി എടുക്കാം, നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റും. ഇത് ഒന്നല്ല, ഇങ്ങനെ നിരവധി നമുക്ക് തുടങ്ങാനാകണം. വിവിധ മേഖലകളിൽ നമുക്ക് കടക്കാൻ വേണ്ടി പറ്റണം. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത് ബീച്ചിനോട് ചേർന്നാണ്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബീച്ചാണ്. ഇന്ത്യയിൽ ബീച്ച് ടൂറിസത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു ഇടം കേരളമാണ്. പക്ഷെ നമുക്കത് എത്രത്തോളം ഉപയോഗിക്കാനായി? ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ബീച്ചിൽ വരുന്നു, കാറ്റ് കൊള്ളുന്നു,
തമാശ പറയും. ചിലർ ഒറ്റയ്ക്ക് വന്ന് മലർന്ന് കിടന്ന് ഒരു കിടത്താണ്. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ കിടന്നിട്ടുണ്ടാവും. അതൊരു വേറൊരു സുഖമാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ ബീച്ചിൽ കിടക്കുന്നു, ചിലർ കൂട്ടായിട്ട് കിടക്കുന്നു, അങ്ങനെ ഒക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കുക എങ്ങനെ? വിദേശ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ എങ്ങനെയാണ് ബീച്ച് ടൂറിസത്തെ നമുക്ക് വികസിപ്പിക്കാനാവുക? നമ്മൾ ചർച്ച ഒരുപാട് നടത്താറുണ്ട്. അതിൽ പ്രധാനമാണ് വാട്ടർ സ്പോർട്സ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള അഡ്വഞ്ചർ സ്പോർട്സ് കേരളത്തിൻ്റെ ബീച്ചുകളിൽ സാധ്യമാണ്. അത് വികസിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിൽ തുടങ്ങി, ജെറ്റ് സ്കീയിങ് ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇനോഗറേഷന് പോയപ്പോൾ അവർ നിർബന്ധിച്ചപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കി ജെറ്റ് സ്കീയിങ്. മനോഹരമാണ്. ഇങ്ങനെയുള്ള നിരവധി വാട്ടർ സ്പോർട്സുകളുണ്ട്. അതിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റണം. പിന്നെ മലയോര മേഖലയിലെ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ്, വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ്, അതിൻ്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങളൊക്കെ നടന്നു. എൻ്റെ കൂടെ വന്ന ആൾ കുറച്ച് പേടിയുള്ള ആളായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ വിറച്ച കൈയാണ് മേത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൈയായിരുന്നു. അവിടെ താഴോട്ട് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ തോളിൽ വന്നിട്ട് ഇങ്ങനെ ഇളകുകയാണ്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അപ്പോൾ തോളിൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെ തോന്നി. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് ഒരിക്കലും അവിടെ ഫാമിലിയായിട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ്, യൂത്തിന് ഏറ്റവും ഇഷ്ടം അഡ്വഞ്ചർ ഐറ്റംസ് ആണ്. അപ്പോൾ അത് എത്രത്തോളം പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് അത് പരീക്ഷണം എന്നുള്ളതിൽ കൊണ്ടുവരിക. അല്ല, വെളിച്ചം വിതറുന്ന പാലങ്ങൾ വരികയാണല്ലോ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ നാട് നേരിടുന്ന ഒരു കാര്യം, ഓപ്പൺ സ്പേസസ്, തുറന്ന സ്ഥലങ്ങളില്ലാതാവുന്നു. മൈതാനങ്ങളില്ല. ഇപ്പോൾ സ്കൂൾ മൈതാനങ്ങൾ, സ്കൂളിലൊക്കെ പുതിയ കെട്ടിടം വരുന്നത് പലതും സ്കൂൾ ഗ്രൗണ്ടുകളിലാണ് കെട്ടിടം വയ്ക്കുന്നത്, വേറെ സ്ഥലമില്ലാതെ. അപ്പോൾ ഈ ഓപ്പൺ സ്പേസ് അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ നമ്മുടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ ഓപ്പൺ സ്പേസസിൻ്റെ ഒരു ടൂറിസം കൂടി വേണ്ടേ? കൂടുതൽ ഓപ്പൺ സ്പേസുകൾ നിർമ്മിക്കുക, ആളുകൾക്ക് ഒത്തുചേരാവുന്ന തുറന്ന സ്ഥലങ്ങളും നമുക്ക് ആവശ്യമില്ലേ? പാർക്കുകളൊന്നും അല്ലാതെ. നാട് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചോദ്യമായി വന്നിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ സ്റ്റേറ്റ് ആവറേജ് 886 മനുഷ്യർ ജീവിക്കുന്നു എന്നാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ. ദേശീയ ശരാശരി 340 മറ്റോ ആണ്. അതായത് ദേശീയ ശരാശരിയുടെ ഏറെക്കുറെ 3 ഇരട്ടി. അപ്പോൾ ഓപ്പൺ സ്പേസ് കുറഞ്ഞു വരുന്നു, കളിക്കളങ്ങൾ ഇല്ലാതായി വരുന്നു. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഓപ്പൺ സ്പേസ് നിർബന്ധമായിട്ടും വേണം. ഓപ്പൺ സ്പേസിനെ പരമാവധി നമ്മൾ ഉണ്ടാക്കാൻ ഇടപെടണം. അപ്പോൾ ഇവിടെ ആ നിലയിലായി മാറുന്നു. ഞാനീ പറഞ്ഞ പാലത്തിനോട് ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്ക് കോർപ്പറേഷൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തന്നു. ടൂറിസം വകുപ്പ് അത് കംപ്ലീറ്റ് നവീകരിച്ചു. അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കലാപരിപാടികൾ എപ്പോൾ വേണമെങ്കിലും അവതരിപ്പിക്കാം. ആ നിലയിലേക്ക് അവിടെ മാറും. ഈ ലൈറ്റിങ്ങിൻ്റെ താഴത്ത് വരുന്നു. കേരളത്തിലെ പാലങ്ങൾ നിങ്ങളെടുത്താൽ പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഒന്നിലെ ആളുകൾ വെറുതെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഡൽഹിയിലൊക്കെ പോയാൽ അവിടെ ആളുകൾ താമസിക്കുന്ന ഇടമാണ്. പലയിടത്തും കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിലൂടെ പൊതുവെ ടൂറിസം വകുപ്പ് കണ്ടത്. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളെ കളിക്കളങ്ങൾക്കും കലാ അവതരണങ്ങൾക്കൊക്കെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് അണ്ടർ സ്പേസ് യൂട്ടിലൈസേഷൻ പദ്ധതിയും വരുന്നു. അതിൻ്റെ ഉദ്ഘാടനം കൊല്ലത്ത് അധികം വൈകാതെ നടക്കും. കേരളത്തിലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടത്തുന്നത്. രണ്ടാമത്തത്, നമ്മൾ നേരിടുന്ന ഓപ്പൺ സ്പേസ് പോലെ തന്നെയുള്ളൊരു പ്രശ്നം, ദീർഘദൂര യാത്രക്കാർക്ക് ഒന്ന് റോഡ് മാർഗം പോകുന്നവർക്ക് ഒന്ന് ബാത്റൂം പോകാനോ അതല്ലെങ്കിൽ സമയം ഒരിത്തിരി റിലാക്സേഷനോ ഇരിക്കാനോ ഉള്ള സ്ഥലങ്ങളില്ല. കോവിഡിനൊക്കെ ഏറ്റവും അധികം സ്ത്രീകളും കുട്ടികളും ബുദ്ധിമുട്ടിയ ഒരു പ്രശ്നമാണ്. പെട്രോൾ ബങ്കിനെയാണ് ആശ്രയിക്കുക. പെട്രോൾ ബങ്കിന് പെട്രോൾ ഡീസൽ അടിക്കാൻ മാത്രമല്ല ആശ്രയിക്കുന്നത്, ഇതിനു വേണ്ടി ആശ്രയിക്കുന്നു. ഇത് മാറ്റി തീർക്കാൻ പൊതുവെ ഇപ്പോൾ ആലോചിച്ചത് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കേരളത്തിലെ പല സ്ഥലങ്ങളും ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവയെ മുഴുവൻ സർവേ ചെയ്ത് എടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇതുപോലെ ഇത്തരം സൗകര്യങ്ങളില്ല എന്നുള്ള വിമർശനം ന്യായമാണ്. ഇതിൻ്റെ ഭാഗമായി 100-ലധികം കംഫർട്ട് സ്റ്റേഷനുകൾ 2024-25 വർഷത്തിൽ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതും ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. ഓപ്പൺ സ്പേസുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് പൊതുവെ നടത്തുന്നത്. ഓപ്പൺ സ്പേസും
ഈ ഒരു പുതിയ ആശയം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു കൂടി നമുക്ക് കാര്യം കൂടി ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ ചെറുപ്പക്കാർ ഒത്തുചേരുകയും കലാവിഷ്കാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന തിരുവനന്തപുരത്തെ നഗരമധ്യത്തിൽ തന്നെയുള്ള ഒരു മാനവീയം വീഥിയുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും മാനവീയം വീഥികൾ, പേരുകൾ വേറെ ആവാം, അത്തരം മാനവീയം വേദികളുണ്ട്. നമ്മുടെ യൂത്തിന് അവർക്കൊരു ചെറിയ പാട്ട് നടത്താനോ അവരുടെ ലോക്കൽ ബാൻഡുകൾക്ക് പെർഫോം ചെയ്യാനോ സെക്യൂരിറ്റിയൊക്കെ വേണം. ഈ മറ്റ് തിരുവനന്തപുരത്ത് പല പ്രശ്നങ്ങളുണ്ട്, ഇപ്പോൾ പോലീസ് സെക്യൂരിറ്റി ഉണ്ട്. അതുപോലുള്ള കോഴിക്കോട് പോലൊരു സ്ഥലത്തോ കണ്ണൂരിലോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ പലതരം ആവിഷ്കാരങ്ങൾക്ക് അതൊരു അവസരമാവുകയുള്ളൂ. കേരളത്തിൽ മുഴുവൻ മാനവീയ വീഥികൾ നിർമ്മിച്ചുകൂടെ? അങ്ങയുടെ ജീവിതമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് തിരുവനന്തപുരം നഗരം എന്നുള്ളത് കൊണ്ട് മാനവീയം വീഥി പ്രത്യേകം എടുത്തു പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാനവീയം വീഥി ഒരു ട്രെൻഡാണ്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും മൈക്രോ മൈനോറിറ്റി ഇഷ്യൂവെ പർവ്വതീകരിക്കും. അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഉന്തോ തള്ളോ സംഘടനോ ഉണ്ടായാൽ ആകെ കുഴപ്പതാണോ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഈ മാനവീയം വീഥി തന്നെ എടുത്ത് പരിശോധിച്ചാൽ സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ ഭാഗമായി KRFB ആണ് ആ റോഡ് പ്രവർത്തനം നടത്തിയത്. ഇങ്ങനെയൊരു കൺസെപ്റ്റ് വന്നു. വിവിധ വകുപ്പുകളെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. മറ്റ് നഗരങ്ങളിലും ഇതിൻ്റെ ശ്രമം ഉണ്ടായിരുന്നു. അത് പരിപൂർണമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. മാനവീയം വീഥി ഒരു ട്രെൻഡായി ആളുകളവിടെ വലിയ നിലയിൽ അതിനെ എൻജോയ് ചെയ്യുകയാണ്. വിവിധ ടീമുകൾ വരുന്നു, അവരുടെ കേന്ദ്രമായി അത് മാറുന്നു. ഇങ്ങനെയൊക്കെ മാനവീയം വീഥി മാറുന്നു. അപ്പോഴാണ് ഈ ഒന്ന് രണ്ട് ഇഷ്യൂസ് വെച്ചുകൊണ്ട് ഇതാകെ കുഴപ്പമാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ ഇഷ്യൂ ആ നിലയിൽ തന്നെ കാണുക. ഇവിടെ ആളുകൾക്ക് രാത്രിയും മറ്റും ഒത്തുകൂടാനും സംസാരിക്കാനും പാട്ടുപാടാനും സന്തോഷിക്കാനും ദുഃഖം പങ്കുവെക്കാനും കൂട്ടായിരിക്കാനുമൊക്കെയുള്ള സ്ഥലങ്ങൾ വേണ്ടതുണ്ട്. അതിലൊരു തർക്കമില്ല. അതിന് എന്തൊക്കെ നിലയിലുള്ള പ്രചരണം അതിനെതിരെ ആരൊക്കെ നടത്താൻ നിശ്ചയിച്ചാലും എടുത്ത തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരം കേന്ദ്രങ്ങൾ വേണം. അത്തരം കേന്ദ്രങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒത്തുകൂടലിനും പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നതിനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 80കളിലോ 90കളിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു 5 വർഷം പിറകോട്ട് പോയാലുള്ള ഒരു കാലമല്ല ഇന്നത്തെ കാലം. തൊഴിലിൻ്റെ സ്വഭാവത്തിലെ മാറ്റം. ഇപ്പോൾ IT രംഗത്ത് ജോലി ചെയ്യുന്നവർ, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, പുതുതലമുറ എപ്പോഴാണ് ഫ്രീ ആവുന്നൊരു സമയം? ഒരു 7 മണി 8 മണിയാണ്. വീട്ടിലേക്ക് എത്തിയാൽ കുടുംബമായിട്ടൊന്ന് പുറത്തിറങ്ങണം, ഒന്ന് പോയി ഇരിക്കാൻ എത്ര ഇടമുണ്ട്? ഒരു പ്രശ്നമല്ലേ? പുതിയ തലമുറക്കൊന്ന് പോയിരിക്കാൻ എത്ര ഇടമുണ്ട്? ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള മാനവീയം വീഥി പോലുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകണം. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഫറൂഖ് പഴയ പാലത്തിൻ്റെ ദീപാലങ്കൃത പദ്ധതി, അതിൻ്റെ തൊട്ടടുത്തുള്ള പാർക്ക്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഇന്ന് 14-ാം തീയതിയാണ്. നാളെ മുതൽ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വരാനും ഇരിക്കാനും ആസ്വദിക്കാനും ഉള്ള ഒരു ഇടമായി ആ പാലം മാറിയിരിക്കും. അതൊരു സംശയം വേണ്ടതില്ല. ഞാനിത് പറയാൻ കാരണം, ഇന്നലെയും മിനിഞ്ഞാന്നും അവിടെ ട്രയൽ റണ്ണിങ് നടത്തിയിരുന്നു. രാത്രി 12 മണി വരെ അവിടെ ആളാണ്. 12 മണി വരെ. എന്നെ 11:30 മണിക്കാണ് എന്നെ ഇന്നലെ ഒരാൾ വിളിച്ചത് രാത്രി അവിടെ. എന്നിട്ട് അദ്ദേഹം ഇത് വാട്സപ്പിൽ കാണിച്ചു തരികയാണ് അവിടെ വന്ന ആളുകൾ. ഇതിൻ്റെ അപ്പം ഇത് ആളുകൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നടപ്പിലാക്കണം. ഇടങ്ങൾ വേണം. മാനവീയം വീഥികൾ കേരളമാകെ പടരണം. ഇരിപ്പിടങ്ങൾ, ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങൾ കേരളത്തിലാകെ ഉണ്ടാകണം. കലാകാരന്മാർക്ക് അവരുടെ കലാ പ്രകടനങ്ങൾ നടത്താനുള്ള ഇടം വേണം. അതിന് സൗകര്യങ്ങൾ വേണം. തിരുവനന്തപുരം കനകക്കുന്നിനെ അങ്ങനെ മാറ്റി തീർക്കാൻ ആലോചിക്കുന്ന വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് എവിടെയൊക്കെ പറ്റും, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നമുക്ക് പറ്റും. കേരളത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ പറ്റുന്നുവോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾക്കുള്ള ഇടത്തെ സൃഷ്ടിക്കാൻ, ജനസാന്ദ്രത നിറഞ്ഞ ഒരു സംസ്ഥാനമെന്നുള്ള പരിമിതി ഉണ്ടെങ്കിലും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ഇടപെടാം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക. ലിറ്ററേച്ചർ ടൂറിസത്തെക്കുറിച്ച് ഒരു ചോദ്യത്തോടെയാണ് ഞാൻ റിയാസിനോടുള്ള സംഭാഷണം തുടങ്ങിയത്. ആ ചോദ്യം, എന്തൊക്കെയാണ് ലിറ്ററേച്ചർ ടൂറിസത്തിന്
ടൂറിസം വകുപ്പിനും താങ്കൾക്കുമുള്ള പദ്ധതികൾ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാ പദ്ധതികളും റിയാസ് നമ്മളോട് വെളിപ്പെടുത്തിയില്ല. പക്ഷേ പകരം റിയാസ് മറ്റൊരു ആശയം ആണ് മുന്നോട്ട് വെച്ചത്. അത് ഞാൻ ജനങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ സ്വീകരിക്കുന്നത്. അത് പീപ്പിൾസ് ടൂറിസം എന്ന് പറഞ്ഞൊരു പുതിയ ആശയമാണ്. അങ്ങനെ ഒരു ജനകീയ വിനോദസഞ്ചാരത്തെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ, ജനങ്ങളുടെ പാർട്ടിസിപ്പേറ്ററി ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു ആശയം അവതരിപ്പിച്ചതിൽ നമ്മുടെ മന്ത്രിയോട് ഞാനിനി കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം ആശയങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിവുള്ളവരായ നിങ്ങളാണ് അദ്ദേഹത്തോട് ഇനി സംസാരിക്കേണ്ടത്. ദയവായി അതിൽ എനിക്ക് തരുന്നതിനെ സമയത്തിന് കുറച്ചും കൂടി അധികം സമയം കൂടി അവർക്ക് കൊടുത്തേക്കും. അതെനിക്ക് അതെ 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 അല്ല ഇനി കൊടുത്തേക്കെന്ന് അറിയാം. ചോദ്യം സാധാരണ 10 മിനിറ്റാണ്. ഇത് മന്ത്രിയുടെ 3 മിനിറ്റ് ഞാൻ 4 മിനിറ്റ് മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 20 മിനിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു 10 മിനിറ്റ് വൈകിയല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഒരുപാട് പേർ ആശയങ്ങൾ നിവേദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്യൻ്റെ സമയം അപഹരിക്കുക ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി ഏറ്റവും ചുരുക്കി മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാവൂ. ദയവായി ചുരുക്കി ചോദിക്കണം. ചുരുക്കി ചോദിക്കുമ്പോഴേ അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂ. മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കണം. മൈക്ക് കൈമാറിയാൽ. സാർ നമസ്കാരം. സാർ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച ഈ ലിറ്റററി സർക്യൂട്ട് വളരെ നല്ലൊരു ആശയമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന കേന്ദ്രങ്ങളെ സംരക്ഷിക്കലും കൂടി ഒരു പ്രധാന സംഗതിയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ നവംബർ മാസത്തിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടി ഏകദേശം ഇതേപോലെ ഒരു യാത്ര പോയി പാലക്കാട് ജില്ലയിൽ കൂടി. അപ്പോൾ ആദ്യം ചെന്നത് കിള്ളിക്കുറിശി മംഗലത്താണ്. ഇപ്പോൾ അവതാരകൻ പറഞ്ഞ പോലെ ഒരു ലൈവ് ഷോയ്ക്കുള്ള ഒരു സാധ്യതയും ഉള്ള സ്ഥലമാണ്. കാരണം കുഞ്ചന്തമ്മയുടെ വീടാണ്. അവിടെ പറഞ്ഞ പോലെ തുള്ളലുകളുടെ ലൈവ് ഷോയും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തറവാടിൻ്റെ അവസ്ഥ തന്നെ വളരെ ശോചനീയമാണ്. വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, ഇനി വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നാൽ നന്നായി, ഇനി ഇത് കാണാൻ കഴിയുമോ നമുക്കറിയില്ല. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു VKN സ്മാരകം എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു വായനശാല മാത്രമാണുള്ളത്. അതുപോലെ ചെമ്പയുടെ ഈ യാത്രയുടെ ഭാഗത്ത് തന്നെ ചെമ്പൈ ഗ്രാമത്തിൽ പോയി. ചെമ്പയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം പൂട്ടിയിട്ടിരിക്കുക. നമ്മൾ പലരോട് ചോദിച്ചിട്ട് തുറന്നിരുന്നില്ല. പക്ഷേ തൊട്ടുള്ള ചെമ്പയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് തുറന്നു തന്നു, വീടും കാര്യങ്ങളൊക്കെ കാണാനുള്ള അവസരം തന്നു. അതുപോലെ തസ്രാക്കിൽ പോയപ്പോൾ അവിടെ ഒരു പ്രതിഷേധ ബോർഡാണ്. കാരണം തൊട്ട് പുറകിൽ വയൽ നികത്തിയിട്ട് ഈ തസ്രാക്കിൻ്റെ ഭാഗമായിട്ട് എന്തോ നിർമ്മിതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് തൽക്കാലം അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് നിർമ്മിതി. വയൽ നികത്തിക്കൊണ്ട് നടപ്പാക്കുക. അത് ടൂറിസം വകുപ്പിൻ്റെ കയ്യിലാണോ ഇനി പ്രാദേശിക ഭരണകൂടത്തിൻ്റെ കയ്യിലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ അപ്പും കൂടി ഇതിൽ നടത്തിയില്ലെങ്കിൽ ഒരു വഴിയിൽ ഇങ്ങനെ ഉണ്ടാക്കി പോവും, പുറകിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും എന്നാണ് അഭിപ്രായം. ഉത്തരം പറഞ്ഞു അങ്ങനെ പറയാം അല്ലേ? അപ്പോൾ മന്ത്രി നോട്ട് എടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഉത്തരം പറയാമെന്ന് അദ്ദേഹം പറയുന്നത്. മറ്റു ചോദ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചുരുക്കിയാൽ ഒരു ചുരുക്കി മാതൃക കാണിക്കാവുന്നതാണ്. നമസ്കാരം. ഒരു ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെച്ചിട്ട് തുടങ്ങാം. കേരളീയം പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നു. ലാസ്റ്റ് ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മാനവീയം വീതി കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നടന്നിട്ടാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ്, അപ്പോൾ വണ്ടികളൊന്നും പോണില്ല. അപ്പോൾ നടന്നങ്ങനെ പോകുന്ന വഴിക്ക് വഴി അറിയില്ല, തൃശ്ശൂരിൽ നിന്നാണ് പോണത്. അപ്പോൾ ചെന്നിട്ട് ചോദിച്ചു, ഒരു 40-45 വയസ്സുള്ള ഒരു വ്യക്തിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, മാനവീയം വീതിയിലേക്ക് പോണ വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആളിങ്ങനെ വഴി പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് അവസാനം പറയുന്നൊരു ഡയലോഗ്, നിങ്ങൾ ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു ടേണിങ് കാണും, ആ ടേണിങ്ങിൽ അലമ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ആ വഴി എന്നുള്ളത്, അതാണ് മാനവീയം വീതി. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വാളുകളിലൊക്കെ ചെയ്തിട്ടുള്ള ആർട്ട്, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണെങ്കിലും ഒക്കെ അതിനൊക്കെ വരുന്നൊരു നെഗറ്റിവിറ്റി ഉണ്ട്. 120 രൂപ കൊടുത്തിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ 250 രൂപ കൊടുത്തിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇന്നെപ്പോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പം എൻ്റെ ചോദ്യം, ഇത്തരം ഒരു സ്പ്രെഡ് ഓഫ് നെഗറ്റിവിറ്റി എത്രത്തോളം ടൂറിസം മേഖലയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. അതിനോടൊപ്പം തന്നെ ഒരു നന്ദി കൂടി മന്ത്രിയോട് രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സമീപ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ
PWD റെസ്റ്റ് ഹൗസുകൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും അത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നതിന് കേരളത്തിൻ്റെ ടൂറിസം വകുപ്പ് മന്ത്രിയോട് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞൊരു നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരത്തെ ഞാൻ വിനിയോഗിക്കുകയാണ്. മന്ത്രിക്ക് ചെറിയ പുതിയ ആശയങ്ങൾ കൂടി നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് സംസാരിക്കുന്നത്. വയനാട്ടിലെ 900 കണ്ടിയിൽ ഞാനും പോയിരുന്നു. അവിടെ 4 കിലോമീറ്റർ ദൂരം ചെങ്കൂത്തായ പ്രദേശത്ത് PWDയുടെ ഒരു റോഡില്ല. വെറും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ആ വഴിയിലൂടെ ആ പ്രദേശത്തുള്ള ജീപ്പ് ഓടിക്കുന്നവർ മാത്രമാണ് അവിടെ പോകുന്നത്. നമ്മുടെ കൊണ്ടുപോയ വാഹനം അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും പോകാൻ പറ്റുന്ന രൂപത്തിൽ ഒരു PW റോഡാക്കി ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, ഇവിടെ ആ സ്ഥലപ്പേര് ഒന്നുകൂടെ ഒന്ന് പറയാമോ? 900 കണ്ടി. തിരിഞ്ഞില്ല. 900 കണ്ടി. 900 കണ്ടി അല്ലേ? ആ, 900 കണ്ടി അല്ലേ? അതെ അതെ. മറ്റൊന്ന്, ഇപ്പം ബ്രിഡ്ജിൻ്റെ അടിയിൽ കൺവെർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കുക എന്ന ഒരു പുതിയ ആശയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഴയോരങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഈ പുഴയിലുണ്ടാകുന്ന മാലിന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഫ്ലൈ ഓവറിൻ്റെ അത് ഫ്ലൈ ഓവറുകളുടെ മേൽപ്പാലങ്ങളുടെ ചോട്ടിലുള്ള സ്ഥലമാണ് മിനിസ്റ്റർ ഉദ്ദേശിച്ചത്. പുഴയോരല്ല. അതിനകത്ത് ചില സാങ്കേതിക നിയമപ്രശ്നമുണ്ട്. അത് വേറെ ഇതാണ്. ഇത് ഈ രൂപത്തിലല്ല. അത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ, പുതിയ ആശയങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാധിക. ഞാൻ ഉദ്ദേശിച്ച കാര്യം, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു അവിടെ ഇപ്പോൾ ശോചനീയമായി കിടക്കുകയാണ് ചെമ്പയുടെ വീടെന്നൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അവിടെ നമുക്ക് കുറച്ച് ക്യൂറിയോസ് ഉണ്ടാക്കാം, കുറച്ച് ക്യൂറിയസ് സാധനങ്ങൾ. ഇപ്പോൾ ചെമ്പയുടെ മുഖം വെച്ചിട്ടുള്ള കീ ചെയിനുകൾ, നമ്മുടെ ഫ്രിഡ്ജിൽ പതിപ്പിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ബാഗുകൾ. അപ്പോൾ കുറച്ച് അത്തരം ഇപ്പോൾ ഓരോ എഴുത്തുകാരെയും സ്പോട്ട് ചെയ്തിട്ട് അതത് പ്രദേശത്തുള്ള എഴുത്തുകാരെ നമുക്ക് പറ്റുന്ന ആളുകളെ വെച്ചിട്ടുള്ള ക്യൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ചെറിയ തുകയ്ക്ക് വിറ്റാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ അവിടെ പോകുമ്പോൾ എന്തായാലും നമുക്ക് കൊച്ചു കൊച്ചു പൈസയ്ക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ നമുക്ക് ചെറിയ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കുന്നതിന് ചെറിയ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മളൊക്കെ പോകുമ്പോൾ അത് ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും. സാർ നമസ്കാരം, എൻ്റെ പേര് അമീർ. ഹലോ, ഞാൻ തുഷാരഗിരി ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ തുഷാരഗിരി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്താൽ 6 മണി 7 മണി മാക്സിമം അത്രയും സമയം അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നില്ല ആരും, കാരണം ആളുകളൊക്കെ പോകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ആളുകൾക്ക് അവർക്കും നൈറ്റ് ലൈഫ് വേണം. അവിടെ അരിപ്പാറയുണ്ട്, നാരങ്ങത്തോടുണ്ട്, ഇതൊക്കെ ഈ DTPCൻ്റെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ നൈറ്റ് ലൈഫ് ആശ്രയിക്കുന്നത് അവിടുന്ന് കിലോമീറ്ററുകളോളം ഈ ബീച്ചിലും ഇവിടെയും വന്നിരുന്നിട്ടാണ്. അപ്പോൾ സാറ് നേരത്തെ നൈറ്റ് ലൈഫ് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തുഷാരഗിരി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ 7 മണിക്ക് ശേഷം വെറുതെ കിടക്കുകയാണ്. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ആർച്ച് പാലമാണ് തുഷാരഗിരി പാലം. ആ പാലം 2 or 3 ലൈറ്റ് മാത്രം കത്തി വെറുതെ കിടക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ആ തുഷാരഗിരി അല്ലെങ്കിൽ ആ ഒരു ഏരിയ ചുറ്റിപ്പറ്റി മലയോര ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് തുഷാരഗിരി പോലെയുള്ള അരിപ്പാറ പോലെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള ആളുകൾക്ക് നൈറ്റ് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് പദ്ധതിയാണ് സാറിന് ആവിഷ്കരിക്കാൻ കഴിയുക? എന്തായാലും ഈ ആശയങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. നമുക്കിനി 8 മിനിറ്റ് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. മന്ത്രി ഈ ആശയങ്ങൾ അദ്ദേഹം മറുപടി 2 പേർ കൂടി ആശയങ്ങൾ പറയാം. ഹലോ നമ്മൾ നൈറ്റ് ലൈഫ് തുരുത്തുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം എല്ലാ സമയവും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലൊരു സാഹചര്യം സൃഷ്ടിച്ചുകൂടാന്നുള്ളതാണ് എൻ്റെ ഒരു ആദ്യത്തെ ആശയം. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്, ഇത്രയും ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പം നമ്മൾ ഈ മാനവീയം പോലുള്ള ചെറിയ ചെറിയ തുരുത്തുകൾ ഉണ്ടാക്കുമ്പം അവിടെ കൺജഷൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷേ എല്ലാ സ്ഥലവും ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള സേഫ് സ്പേസ് ആക്കി മാറ്റണം എന്നുള്ളതൊരു കാര്യം പറയാനുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് താമസം മാറിയ ആളാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ 8:30-8 മണി ജോലി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊരു സ്ഥലമില്ല ബീച്ച് അല്ലാണ്ട്. ഇപ്പം സരോവരം ബയോസയൻസ് പാർക്ക് ഉണ്ട്, മാനാഞ്ചിറുണ്ട്. മാനാഞ്ചിറൊക്കെ 8:15 ആകുമ്പോൾ വിസിലടിച്ച ആളുകളെ പുറത്താക്കുന്ന സ്ഥലമാണ്.
അതുപോലെ 6:30-ക്ക് സരോവരം പാർക്കിൽ പോയി കഴിഞ്ഞാൽ എല്ലാം അടച്ച, ആളുകളും ഇല്ല, നടക്കാനും ഓടാനും ഒക്കെ സൗകര്യമുള്ളൊരു സ്ഥലമാണ് ബയോ സയൻസ് പാർക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 6:30-ക്ക് അടച്ചിട്ടിട്ട് നൈറ്റ് ലൈഫ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരാളിന് കൂടി ചോദിക്കാം. ഹലോ മിനിസ്റ്ററോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് നമ്മുടെ നൈറ്റ് ലൈഫും അതുപോലെ ബീച്ച് ടൂറിസവും ഒക്കെ വികസിപ്പിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം ഒരു NSS ക്യാമ്പിനെ വരെ അരാജകത്വ വേദിയായി സ്ഥിരീകരിക്കുന്ന ചില മതസംഘടനകളുടെ നാടാണ് കേരളം എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നാൽ ഏത് രൂപത്തിലാണ് നമ്മളതിനെ പ്രതിരോധിക്കുക എന്ന് അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒരേ ഒരു KTDC ഹോട്ടൽ ചെന്നൈയിലെ KTDC ഹോട്ടലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ചെന്നൈ പോയപ്പോഴും KTDC ഹോട്ടലിലാണ് താമസിച്ചത്. ഇത്തവണ പോയപ്പോഴും KTDC ഹോട്ടലിലാണ് താമസിച്ചത്. പലപ്പോഴും നമ്മുടെ പല വർക്കുകളും അവിടെ പെൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ചില 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി പോലും കൊണ്ടുവരാൻ ഒറ്റ ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല മോഡറേറ്റർ. ഒന്ന് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ല, നമ്മളത് കഴിഞ്ഞില്ല, എഴുതി തരൂ. അല്ല, മന്ത്രിയുടെ സ്റ്റാഫുണ്ട്. അല്ല അത് അല്ല ഇത് നമുക്കിത് 4 മണിക്ക് അവസാനിപ്പിക്കണം. ഒന്ന് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ലിറ്റററി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ചില അനുഭവങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ചിലത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ചിലത് മറ്റ് വിവിധ ട്രസ്റ്റും ഇതൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വകുപ്പിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതിനെ എങ്ങനെ യോജിപ്പിക്കാമെന്നുള്ളതും, ഇനി ലിറ്റററി സർക്യൂട്ട് എന്നത് വികസിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും പരിപാലനം ഒരു പ്രശ്നമാണ്. ആ പരിപാലനം ഒരു ഏകീകൃത സ്വഭാവത്തോടെ നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ആലോചിക്കേണ്ടതുമാണ്. ഇപ്പോൾ മാനവീയം വീതിയിലേക്ക് വഴി ചോദിച്ചപ്പോൾ അനുഭവം പറഞ്ഞു. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ടത് നെഗറ്റിവിറ്റിയാണ്, ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസം മേഖലയുള്ളത് നമുക്കറിയാം, ഗോവയിലാണ്. ഗോവയിൽ ബീച്ച് ടൂറിസത്തിന് വേണ്ടി പോകുന്നതിൽ വലിയൊരു ശതമാനവും മലയാളികളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ളത് നമ്മൾ ആദ്യം ഒരു ജില്ലയിൽ 1 എന്നാണ് നിശ്ചയിച്ചത്. അങ്ങനെ 9 ജില്ലകൾ. മറ്റ് 5 ജില്ലയോട് എന്തെങ്കിലും പ്രത്യേക വിരോധം ഉണ്ടായിട്ടല്ല, അവിടെ കടലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ 1 എന്നുള്ള നിലയിൽ ഇങ്ങനെ ആരംഭിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇരുമ്പോണ്ട് ഉണ്ടാക്കുന്ന സാധനമല്ല, അത് ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഊരിയെടുക്കുന്നത് ഏതോ ഒരാൾ വീഡിയോയിലെടുത്തു. ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ, മലയാള മനോരമ, പേര് പറയാൻ ഞാൻ മടിയാട്ടുന്നില്ല, ഫ്രണ്ട് പേജിൽ ചാവക്കാട്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതും പിന്നെ എൻ്റെ ഒരു കാർട്ടൂൺ, അത് പിന്നെ ദൈനംദിനം വരുന്നതുകൊണ്ട് വേറെ പ്രയാസമൊന്നുമില്ല, അതും അടക്കം വാർത്ത വന്നു. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുത്തു, ഇതാണ് വസ്തുത എന്ന് ചൂണ്ടിക്കാണിച്ച് പോസ്റ്റ് ചെയ്തു. പക്ഷെ അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇത് ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യാണ്. ഇത് ഒന്ന് മാത്രമല്ല, പല പ്രശ്നമുണ്ട്. ഇത് ഒരുപക്ഷേ ഇത് മറ്റിടങ്ങളിൽ ഇത് സന്തോഷിക്കുന്നവരുണ്ട്. അതായത് കേരളത്തിലെ ബീച്ച് ടൂറിസം വികസിക്കുന്നതിൽ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബീച്ച് ടൂറിസം കേന്ദ്രങ്ങൾ നടത്തുന്നവരാണ്. ആ ലോബി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ബീച്ച് ടൂറിസം അല്ലെങ്കിൽ മറ്റ് ടൂറിസം ഇടങ്ങൾ വികസിക്കാതിരിക്കാനുള്ള നെഗറ്റീവ് പ്രചരണം നടത്തുന്നവരിൽ ഇവരുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. എന്ത് നെഗറ്റീവ് പ്രചരിപ്പിച്ചാലും തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ഈ നെഗറ്റീവ് നോക്കി നിന്ന് തല കുനിച്ച് നിൽക്കാൻ എന്തായാലും ഇപ്പം തൽക്കാലം സൗകര്യമില്ല എന്നുള്ളത് വളരെ വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വയനാട്ടിലെ പ്രത്യേക റോഡിൻ്റെ കാര്യം എന്തായാലും പരിശോധിക്കാം. വേഗം പറഞ്ഞു പോകാം. സോവനിയേഴ്സ് ഈ ഒരു നിർദ്ദേശം വളരെ നല്ല നിർദ്ദേശമാണ്. ഇപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസം അതിൻ്റെ ഒരു ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പോയാൽ അവിടെ നിന്ന് ഇതുപോലെ കീ ചെയിനോ അല്ലെങ്കിൽ പേഴ്സിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമോ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ കാലത്തും എടുത്തു വെക്കാൻ പറ്റുന്ന നിലയിലുണ്ട്. കേരളത്തിൽ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകാം. പിന്നെ ഇവിടെ ഈ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് ചില ഡിസ്കഷനാണ് വന്നത്. എല്ലാ സമയവും പുറത്തിറങ്ങാൻ പറ്റുന്ന ഇന്ത്യയിലെ നിർഭയം ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം വേണ്ടതില്ല. സേഫ് സ്റ്റേറ്റാണ്. ഇവിടെ അതിൻ്റെ മറ്റ് സാധ്യതകളെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞതിൽ മാനാഞ്ചിറയും സരോവരവും ഉൾപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഇപ്പോൾ മാനാഞ്ചിറയുടെ നടത്തിപ്പ് കോർപ്പറേഷനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. സരോവരം ഇതുപോലെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതുണ്ട്. സാമൂഹികമായ എതിർപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ഒരു എതിർപ്പാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെ വന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു അഭിപ്രായമാണ്. ഒന്ന്, അരാജകത്വ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, രാത്രി സ്വതന്ത്രമായി നടക്കുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതിനെ കാണേണ്ടത്. രണ്ടാണ്. രണ്ടിനെ ഒന്നാക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളെ കണ്ട് ഇത് ആഗ്രഹിക്കുന്നവർ മുഴുവൻ ഇങ്ങനെയുള്ളവരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അതിനെ കൂട്ടിക്കലർത്തരുത്, മിക്സ് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. നമ്മൾ എടുക്കണം. ഇപ്പം ഡിപ്രഷൻ കൂടുന്നൊരു കാലമാണ്. പണ്ടൊന്നുമില്ല. പണ്ടൊക്കെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നു, സുഹൃത്തുക്കളും കുറയുന്നു, നേരെ പോയി ഗുളിക കഴിക്കുകയാണ്, മരുന്ന് കഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസിക സമ്മർദ്ദം, ജോലി ചെയ്തും മറ്റുണ്ടായ സമ്മർദ്ദം, നമുക്കൊന്ന് പുറത്തിറങ്ങി സുഹൃത്തുക്കൾക്കൊപ്പം ഒന്ന് നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഡിപ്രഷൻ പടരുന്നതിനെ തടയാനുള്ള ഏറ്റവും വലിയ മരുന്ന് കൂടിയാണ്. ആ നിലയിൽ നമ്മളിതിനെ കാണണം. അതും കൂടി കണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട്. ഞാനപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കാണാം. ചെന്നൈയിലെ KTDCയുടെ കാര്യം പ്രത്യേകം പരിശോധിക്കാം. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതുമയെ എന്നും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് നിങ്ങളെല്ലാവരും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ 2021 നവംബർ 1 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ പല ആശങ്കകളുണ്ടായിരുന്നു. 400 രൂപ ഒരു മുറിക്കുള്ളൂ, AC റൂമിന് വേറെയും. പക്ഷേ ആശങ്കകളൊക്കെ തന്നെ തട്ടിമാറ്റി 2 കൊല്ലം കൊണ്ട് സർക്കാരിന് കിട്ടിയ അധിക വരുമാനം 11 കോടി രൂപയാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നു. അവിടെ ഇനി ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. മാറ്റങ്ങൾ വേണ്ടതുണ്ട്. മാറ്റങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വിവിധ രാഷ്ട്രീയ നിലപാടുകളുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരുണ്ടാവും. എന്നാൽ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുമുണ്ട് നിലപാട്. അത് ഞാൻ പറയുകയും ചെയ്യും, രാഷ്ട്രീയ നിലപാട്. പക്ഷേ ടൂറിസത്തിൻ്റെ വികാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടൂ. അത് കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ, അടിവരയിട്ട് പറയുന്ന വിമർശനങ്ങൾ, ഇവയൊക്കെ തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കരുത്താണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. നന്ദി, നമസ്കാരം. റിയാസിൻ്റെ നിശ്ചയദാർഢ്യം കേരള ടൂറിസത്തിന് ഒരു പുതിയ മുഖം നൽകട്ടെ എന്ന ആശംസയോടെ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.